OD വാല്യൂസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ വാല്യൂസിനെ കുറിച്ചാണ്. ദി ഫോളോയിങ് ബ്രീഫ്ലി ഐഡൻറ്റിഫൈസ് ദി അണ്ടർലൈങ് വാല്യൂസ് ഇൻ മോസ്റ്റ് OD എഫേർട്സ്. ഫസ്റ്റ് വൺ, റെസ്പെക്ട് ഫോർ പീപ്പിൾ. Individuals should be treated with dignity and respect. Second one, trust and support. The effective and healthy organization is characterized by trust, authenticity, openness, and a supportive climate. Power equalization. Effective organization de-emphasizes hierarchical authority and control. Confrontation. Problems should not be swept under the rug, they should be openly confronted. Participation. More is the number of members in the organization, more participation should be ensured. These are the values of ODs. Next, organizational development process. The procedure of organizational development program involves the following steps. First one, initial consultation. The first step in OD process is to approach the organizational development consultant to determine the type of OD program to be developed. Consultant may be internal staff or external agency. For the purpose of OD, they will conduct interview with the needed parties. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇനീഷ്യൽ കൺസൾട്ടേഷൻ ആണ് പറയുന്നത്. ഇനീഷ്യൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ OD ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് OD പ്ലാൻ ഡെവലപ്പ് ചെയ്യണം. ഓർഗനൈസേഷന് ഇൻറ്റേർണൽ കൺസൾട്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റാഫിനെ കൺസൾട്ടൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസീനെ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൺസൾട്ടേഷന് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഈ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ കൺസൾട്ടൻറ്റ് നീഡഡ് പാർട്ടീസുമായിട്ട് ഇൻ്റർവ്യൂസൊക്കെ നടത്തി എന്തൊക്കെ ചേഞ്ചസ് ആണ് ഓർഗനൈസേഷനിൽ വേണ്ടതെന്നുള്ളതെല്ലാം ഡിസൈഡ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ. Data collection. The consultant meets various groups away from the workplace in order to collect data to determine organizational climate and behavioral problem faced by the organization. Next, consultant organization പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് ഡാറ്റാസ് കളക്ട് ചെയ്യും. ആ ഡാറ്റേൻ്റെ ബേസിലാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്ലാന് കൺസൾട്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡാറ്റ ഫീഡ്ബാക്ക് ആൻഡ് കോൺഫ്രണ്ടേഷൻ. ഡാറ്റ കളക്റ്റഡ് ആർ മെയ്ഡ് നോൺ ടു വർക്ക് ഗ്രൂപ്പ്സ് കൺസേൺഡ് ആൻഡ് ആർ ആസ്ക്ഡ് ടു റിവ്യൂ ദി ഡാറ്റ കളക്റ്റഡ് ആൻഡ് ടു പ്രൊവൈഡ് റിക്വയർഡ് ഫീഡ്ബാക്ക്. കളക്റ്റഡ് ഡാറ്റ വർക്ക് ഗ്രൂപ്പിനെ ഇൻഫോം ചെയ്യും. എന്നിട്ട് അവരുടെ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ ആണ് ആ ഡാറ്റയ്ക്ക് അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് ഒക്കെ വരുത്തും. നെക്സ്റ്റ്, ആക്ഷൻ പ്ലാനിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഡാറ്റ ആർ യൂഷ്വലി യൂസ്ഡ് ബൈ ഗ്രൂപ്പ്സ് ടു സജസ്റ്റ് സ്പെസിഫിക് റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ച്. They discuss the problem faced by the organization and sketch needed plans. ഇനി ഈ ഡാറ്റേൻ്റെ ബേസിൽ എന്തൊക്കെ പ്ലാനുകളാണ് എന്നുള്ളത് ഒക്കെ സ്കെച്ച് ചെയ്യും. അതായത് കളക്റ്റഡ് ഡാറ്റേൻ്റെ ബേസിലാണ് നമ്മൾ ഓർഗനൈസേഷൻ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ്, ടീം ബിൽഡിംഗ്. കൺസൾട്ടൻറ്റ് എൻകറേജസ് ടീം ബിൽഡിംഗ് ത്രൂ organizing meeting with managers and their immediate subordinates, and so they can improve the functioning of work group. നെക്സ്റ്റ് കൺസൾട്ടൻറ്റ് ചെയ്യുന്നത് ടീം ബിൽഡിംഗ് ആണ്. ഈ ടീം ബിൽഡിങ് ഇടയ്ക്കിടയ്ക്ക് ഈ ഓർഗനൈസേഷൻ മീറ്റിംഗ്സ് മാനേജേഴ്സും അതുപോലെ തന്നെ സബോർഡിനേറ്റും തമ്മിലുള്ള മീറ്റിംഗ്സൊക്കെ ഈ ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവർ കണ്ടക്ട് ചെയ്യും. ഈ കണ്ടക്ട് ചെയ്യുന്നത് അതായത് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ്സിൽ ടീം ബിൽഡിങ് ഫോം ചെയ്യും. Next, intergroup development. With the development of natural team,
The larger group comprising several teams may be developed. In this way, it will be included in the whole organization. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർ ഗ്രൂപ്പ് ഡെവലപ്മെൻ്റ് ആണ്. നാച്ചുറൽ ടീം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഹോൾ ഓർഗനൈസേഷൻ മൊത്തമായിട്ട് ഒരു ടീമായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടീം ബിൽഡിംഗ്, ഒരു ടീം ആദ്യം ഗ്രൂപ്പ് ബിൽഡിംഗ് പിന്നെ ഇൻ്റർ ഗ്രൂപ്പും ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കും. നെക്സ്റ്റ് അപ്രൈസൽ ആൻഡ് ഫോളോ അപ്പ്. ദി കൺസൾട്ടൻറ്റ് ഫർദർ ഹെൽപ്പ് ദി ഓർഗനൈസേഷൻ ഇൻ മേക്കിംഗ് എൻ അപ്രൈസൽ ഓഫ് ദി പ്രോഗ്രാം ആൻഡ് ഫൈൻഡ് ഔട്ട് ഡെഫിഷ്യൻസി ഇഫ് എനി. ഹി ക്യാൻ ഡെവലപ്പ് അഡീഷണൽ പ്രോഗ്രാം ഇൻ ഏരിയാസ് where original program we felt ineffective and result are poor. The consultant advises follow up for better understanding. Next എന്ന് പറയുന്നത് ഈ കൺസൾട്ടൻ്റ് ഓർഗനൈസേഷൻ ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് അപ്രൈസ് ചെയ്യും. ഈ അപ്രൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പെർഫോമൻസ്, അതിന് ഏതെങ്കിലും പ്രോഗ്രാം പ്രൂവർ ആണെന്ന് തോന്നിയാൽ, അതായത് നമ്മളിപ്പം ഡെവലപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫെയിലാണ് അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസുകളൊക്കെ അതിനകത്ത് വരുത്തും. അത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കിയിട്ട് പ്ലാൻ മാറ്റും. അതിന് വേണ്ടിയിട്ട് അപ്രൈസലും ഫോളോ അപ്പും ഇടയ്ക്കിടയ്ക്ക് നടത്തും. ഇത്രയുമാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ വരുന്നത്. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനീഷ്യേഷനാണ്. അതായത് ഇനീഷ്യൽ കൺസൾട്ടേഷൻ വിത്ത് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ കൺസൾട്ടൻറ്റ്, പിന്നെ ഡാറ്റ കളക്ട് ചെയ്യുക, പിന്നെ കളക്റ്റഡ് ഡാറ്റൻ്റെ ബേസിൽ ഫീഡ്ബാക്കൊക്കെ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ടീം ബിൽഡിംഗ് നടത്തണം. ടീം ബിൽഡിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. പിന്നെ എക്സിസ്റ്റിംഗ് പ്ലാൻ, ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാന് അപ്രൈസലും ഫോളോ അപ്പും നടത്തുക. ഇത്രയുമാണ് വരുന്നത്. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ കൾച്ചർ. Culture is a set of values that stables what an organization stands for, how it operates and what it considers important. According to Deal and Kendi, a strong culture is a system of informal rules that spell out how people have to behave most of the time. Sheen defines organizational culture as the pattern of basic assumptions that give an group has invented, discovered and developed while learning to cope with its problems of external adaptation and internal integration. ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. എന്താണ് ഓർഗനൈസേഷൻ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വാല്യൂസ്, ഒരു ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷൻ്റെ വാല്യൂസ്, അതിൻ്റെ സ്റ്റാൻഡ് എന്താണ്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. It's a system of informal rules that spells out how people have to behave most of the time. അതായത് ഫോർമൽ റൂൾസ് അല്ല അവിടെ വരുന്നത്, ഇൻഫോർമൽ റൂൾസ് ആണ്. ആളുകൾ എങ്ങനെയാണ് അധിക സമയം ബിഹേവ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റം ഓഫ് ഇൻഫോർമൽ റൂൾസ് ആണ് ഓർഗനൈസേഷൻ കൾച്ചറിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇറ്റ്സ് എ പാറ്റേൺ ഓഫ് ബിഹേവിയർ പാറ്റേൺ ആണ്. പിന്നെ ഇത് നമ്മൾ ആളുകളിൽ കാണാം. ഇത് ലേണിങ്ങിലൂടെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതായത് മൊത്തത്തിലുള്ള ഓർഗനൈസേഷൻ്റെ വാല്യൂസിനെയാണ് അപ്പം ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. വാല്യൂ, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതെന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ കൾച്ചറിൽ വരുന്നത്. Next, organizational effectiveness. Organizational effectiveness is defined as an extent to which an organization achieves its predetermined objectives with a given amount of resources and means without placing undue strain on its members.
However, the concept of effectiveness is not simple because there are many approaches in conceptualizing this term. Such approaches can be grouped into the following three approaches: goal approach, functional approach, system resource approach. ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന് അതിൻ്റെ ആദ്യം പ്രീഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ഒരു അൺഡ്യൂ സ്ട്രെയിൻ ഒന്നും മെമ്പേഴ്സിന് ഇല്ലാതെ എങ്ങനെ വിത്ത് ഗിവൺ എമൗണ്ട് ഓഫ് റിസോഴ്സസിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ നോക്കുന്നതിനെയാണ് ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ആ സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ സ്പെസിഫൈഡ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് വിത്തൗട്ട് സ്ട്രെയിനിൽ അച്ചീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ്സിന് കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ആ കോൺസെപ്റ്റ്സാണ് ഗോൾ അപ്രോച്ച്, ഫങ്ഷണൽ അപ്രോച്ച്, സിസ്റ്റം റിസോഴ്സ് അപ്രോച്ച്. ഈ അപ്രോച്ചുകളുടെ ബേസിലാണ് ഈ ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ്സിനെ നമ്മൾ കോൺസെപ്ച്വലൈസ് ചെയ്യുന്നത്. Goal approach. Goal attainment is the most widely used criterion of organizational effectiveness. In goal approach, effectiveness refers to the maximum of profit by providing an efficient services that leads to high productivity and good employee morale. Campbell has suggested several variables such as quality, productivity, efficiency, profit, turnover, accidents, morale, motivation, satisfaction, which help in measuring organizational effectiveness. However, none of the single variable has proved to entirely satisfactory. The main limitation of this approach, the problem of identifying real goals rather than the ideal goals. Goal approach എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്? നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസും അതുപോലെ തന്നെ ഹൈ പ്രൊഡക്ടിവിറ്റിയും എംപ്ലോയി മൊറൈലും കൂടിയിൽ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന അപ്രോച്ചിനെയാണ് ഗോൾ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾ അപ്രോച്ചിൽ ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ബേസിലാണ്. ഈ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് ഏത് വഴിയിലൂടെയാണ്? ഇറ്റ്സ് ത്രൂ എഫിഷ്യൻറ്റ് സർവീസ്, ഹൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപ്ലോയി മൊറൈലാണ്. ഇനി ഇത് മാത്രമല്ല, ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, മോട്ടിവേഷൻ, സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ വേരിയബിൾസും നമുക്ക് ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഒരു സിംഗിൾ വേരിയബിൾ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അത്ര സാറ്റിസ്ഫാക്ടറി ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ പ്രോഫിറ്റ് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ബാക്കിയുള്ള വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുണ്ടാവും. സോ അതിൻ്റെ ഓർഗനൈസേഷൻ്റെ റിയൽ ഗോൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യേണ്ടത്. ഈ റിയൽ ഗോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ ആ റിയൽ ഗോളിൻ്റെ ബേസിൽ നമ്മൾ ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നതിനെയാണ് ഗോൾ അപ്രോച്ച് എന്ന് പറയുന്നത്. പ്രോഫിറ്റാണ് റിയൽ ഗോൾ എങ്കിൽ പ്രോഫിറ്റിൻ്റെ ബേസിൽ മാക്സിമം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. എന്നിട്ട് പക്ഷേ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രൊഡക്ടിവിറ്റിയും കസ്റ്റമർ സർവീസും ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ അപ്രോച്ചാണ്. ദിസ് അപ്രോച്ച് സോൾവ് ദി പ്രോബ്ലം ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. Person states that since it has been assumed that an organization is identified in terms of its goal, focuses towards attainment of these goals should also aim at serving the society. Thus, the vital question in determining effectiveness is how well an organization is doing for superordinate system. The limitation of this approach is that when an organization has an autonomy to follow its independent course of action, it is difficult to accept that ultimate goal of organization will be to serve society. As such, it cannot be applied for measuring organizational effectiveness in terms of its contributions to social system. Both the goal and functional approach do not give adequate consideration to conceptual problem of the relation between organization and its environment.
അതായത് നമ്മൾ ഗോൾ അപ്രോച്ചിൽ ഓർഗനൈസേഷൻ്റെ ഗോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫങ്ഷണൽ അപ്രോച്ച് വരുന്ന സമയത്ത് ഫങ്ഷണൽ അപ്രോച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷന് ഗോളിൻ്റെ ബേസിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത് ഈ ഗോൾസ് അറ്റ് ദി സെയിം ടൈം സൊസൈറ്റീനെ കൂടി സെർവ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ എത്ര നന്നായിട്ട് സൂപ്പർ ഓർഡിനേറ്റ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ഇഫക്റ്റീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അതായത് സൊസൈറ്റീനെ സെർവ് ചെയ്യുന്നതിന് കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു അപ്രോച്ചാണ് ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്രോച്ചാണ് സിസ്റ്റം റിസോഴ്സ് അപ്രോച്ച്. സിസ്റ്റം റിസോഴ്സ് അപ്രോച്ച് ഓഫ് ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ് എംഫസിസ് ഓൺ ഇന്റർഡിപെൻഡൻസി ഓഫ് പ്രോസസ്സസ് ദാറ്റ് റിലേറ്റഡ് ടു ഓർഗനൈസേഷൻ ടു ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. The interdependence taken in the form of input-output transaction and include scarce and valued resources such as physical, economic, human, for which every organization competes. System resource approach ഇന്റർഡിപെൻഡൻസി ഓഫ് പ്രോസസ്സസിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇഫക്റ്റീവ്നെസ്സിനെ എംഫസിസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇന്റർഡിപെൻഡൻസി ഓഫ് പ്രോസസ്സസ് ആണ്. ഇൻ്റർഡിപെൻഡൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസാക്ഷൻസ് ആവാം. അതിൽ സ്കേഴ്സ് റിസോഴ്സസ്, വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് ഫിസിക്കൽ, എക്കണോമിക്, ഹ്യൂമൻ, ഈ എല്ലാ റിസോഴ്സസും ഓർഗനൈസേഷൻസ് കോമ്പീറ്റ് ചെയ്യുന്ന എല്ലാ റിസോഴ്സസും ഇതിനകത്ത് ഇൻ്റർഡിപെൻഡൻസിയിൽ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ പറയുന്നത് നമ്മൾ ഈ റിസോഴ്സസ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് എൻവയോൺമെൻ്റ് ആണ്. ഈ എൻവയോൺമെൻറ്റ്സ് റിലേറ്റഡ് ടു ഗോൾ ഓഫ് എൻ ഓർഗനൈസേഷൻ ആണ്. സോ ദിസ് മോഡൽ ഇസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം ഗോൾ മോഡൽ എന്ന് പറയുന്നുണ്ട്. ദിസ് discussion of organizational effectiveness lead to the conclusion that there is no single indicator of effectiveness. Instead, the approach should focus on operative goals that would serve as a basis for assessment of effectiveness. Managerial effectiveness is a causal variable in organizational effectiveness. It has been defined in terms of organizational goal achieving behavior. That is, managers' own behavior contributes to achievement of organizational goals. അതായത് ഇതിൽ പറയുന്നത് ഒരു സിംഗിൾ ഫാക്ടർ ഇഫക്റ്റീവ്നെസ്സിനെ ലീഡ് ചെയ്യുന്നില്ല എന്ന് തന്നെ. നമ്മൾ 3 മെത്തേഡുകൾ ഡിസ്കസ് ചെയ്തു. ഗോൾ അപ്രോച്ച്, ഫങ്ഷണൽ അപ്രോച്ച്, സിസ്റ്റം റിസോഴ്സ് അപ്രോച്ചും ഇഫക്റ്റീവ്നെസ്സിനെ മെഷർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഈ 3ലും തന്നെ അതിൻ്റെ തന്നെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ഒരു സിംഗിൾ ഇൻഡിക്കേറ്റർ ഒരു ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. Lickard has classified factors affecting organizational effectiveness into the following 3 variables: causal, intervening, and end result. Lickard ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വേരിയബിൾ കാഷ്വൽ വേരിയബിൾ, സെക്കൻഡ് വേരിയബിൾ എന്ന് പറയുന്നത് ഇൻ്റർവെനിങ് വേരിയബിൾ, ആൻഡ് തേർഡ് വൺ എൻഡ് റിസൾട്ട്. എന്താണ് ഇവ ഓരോന്നുള്ളത് നോക്കാം. Causal variables are those independent variables that determine the course of development within an organization and the objectives achieved by an organization. These causal variables include only those independent variables which can be altered by the organization and its management. Causal variables include organization and management policies, decision, business and leadership strategies, skills and behavior. കാഷ്വൽ വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് ഉണ്ടാവുക. ഇത് ഓർഗനൈസേഷനോ അതിൻ്റെ മാനേജ്മെൻറ്റിനോ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആണ് കാഷ്വൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇതിൽ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പോളിസീസ്, അതുപോലെ തന്നെ ഡിസിഷൻസ്, ലീഡർഷിപ്പ് സ്ട്രാറ്റജി, സ്കില്ല്, ബിഹേവിയർ, ഇതെല്ലാമാണ് കാഷ്വൽ വേരിയബിളിൽ വരുന്നത്.
ഇതെല്ലാം ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്, എഫിഷ്യൻസി ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് വരുന്നത് ഇൻ്റർവെനിങ് വേരിയബിൾസ്. ഇൻ്റർവെനിങ് വേരിയബിൾസ് അക്കോർഡിംഗ് ടു ലിക്കർട്ട് ആർ ദോസ് വേരിയബിൾസ് ദാറ്റ് റിഫ്ലക്റ്റ് ഇൻറ്റേർണൽ സ്റ്റേറ്റ് ആൻഡ് ഹെൽത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ ലോയൽറ്റി, attitude, motivation, performance goals and perception of all members and their collective capacity for effective interaction, communication and decision making. Intervening variables എന്ന് പറയുന്നത് ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഇൻ്റർവെനിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. കാരണം ഓർഗനൈസേഷൻ നല്ല ഫസ്റ്റിൽ നമ്മൾ കാഷ്വൽ വേരിയബിൾസാണ് പറഞ്ഞത്, പക്ഷേ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ കാഷ്വൽ വേരിയബിൾസ് ഇഫക്റ്റീവ് ആവണമെങ്കിൽ അവിടെ ഇൻ്റർവെനിങ് വേരിയബിൾസ് വേണം. കാരണം എംപ്ലോയീസിന് ലോയൽറ്റി, ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് മോട്ടിവേഷനും ഇതെല്ലാം കൂടെ ഉള്ള വേരിയബിൾസിനാണ് നമ്മൾ ഇൻ്റർവെനിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് എൻഡ് റിസൾട്ട് വേരിയബിൾ. End result variable are dependent variable that reflect achievement of an organization such as its productivity, cost, loss and earnings. ഒരു ഓർഗനൈസേഷൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എൻഡ് റിസൾട്ട്സ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എത്രത്തോളം പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്തു, എത്രത്തോളം ഏർണിംഗ് ഉണ്ട്, കോസ്റ്റ് എങ്ങനെയാണ്, ലോസ് എന്താണ്, ഇതൊക്കെ അനലൈസ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് എൻഡ് റിസൾട്ട് വേരിയബിൾ എന്ന് പറയുന്നത്. ഈ എൻഡ് റിസൾട്ട് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, അതായത് ബാക്കിയുള്ള പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ എൻഡ് റിസൾട്ട് വേരിയബിൾ ഉണ്ടാകുന്നത്. സോ ദേ ആർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്.